ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ഷേത്രമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കർണാടകയിലാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ വളരെ അടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ പലതും അത്രയും ഫേമസ് ആയതാണ്. കൊല്ലൂർ മൂകാംബിക, ഉടുപ്പി, ധർമ്മസ്ഥലം, അങ്ങനെ ഒരുപാട്. എന്നാൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ക്ഷേത്രമുണ്ട്. എന്നാൽ നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം, ഒരു ശിവക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രം ഏതാണെന്ന് അറിയാനും ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. മംഗലാപുരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെ ബഡ്വാൾ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 355 പടികൾ ഏറി വേണം നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഏറ്റവും മുകളിലാണ് പ്രധാന കോവിൽ. അവിടെ ശിവനാണ് പ്രതിഷ്ഠ. ഇതിന്റെ മധ്യേ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. പാർവതി ദേവിയും ഗണപതിയുമാണ് അവിടുത്തെ പ്രതിഷ്ഠ. സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ. ചുറ്റും പച്ചപ്പും പാറകളും മരങ്ങളും കുളങ്ങളും ഒക്കെയായി നമുക്ക് കണ്ടാസ്വദിക്കാനുള്ള ഒരുപാട് കാഴ്ചകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കരിഞ്ചേശ്വര ക്ഷേത്രം. ഇങ്ങനെയൊരു നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇത്രയും പടികൾ കയറിയാലും അതിന്റെ ഒരു ടയർഡ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. മധ്യഭാഗത്തായിട്ടുള്ള പാർവതി ദേവിയുടെ ക്ഷേത്രത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ട്. കാടിനുള്ളിലായി ഒരു കുഞ്ഞു കാവും, അതുപോലെ തന്നെ ശിവന്റെയും നന്ദിയുടെയും പ്രതിമയും, കുഞ്ഞു കുഞ്ഞു മണ്ഡപങ്ങളും, നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ചെടികളുണ്ട്, അതും വളരെ ഔഷധ ഗുണമുള്ളത്. ഓരോ ചെടിയുടെയും അടുത്തായിട്ട് ആ ചെടിയുടെ പേരും അതിന്റെ ഗുണങ്ങളും ഒക്കെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഇതിന്റെ ഐതിഹ്യത്തെ കുറിച്ച് അറിയാം. 335 പടികൾ കയറിയെത്തുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് ഈ ക്ഷേത്രം. 1000-ലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയപ്പെടുന്നത്. മധ്യഭാഗത്തായി പാർവതി ദേവിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. ഇവിടുന്നും പടികൾ ഏറി വേണം ശിവന്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. പുരാതന കാലം മുതലുള്ള വിശ്വാസങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം. 1000-ലധികം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടിയാമല മലനിരകൾക്ക് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതന കാലം മുതലേ വളരെ പേരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണിത്. നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം 4 യുഗങ്ങളാണുള്ളത്. ഈ 4 യുഗങ്ങളിലും ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. 4 യുഗങ്ങളിലും 4 പേരുകളിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. കൃതായുഗത്തിൽ രൗദ്രഗിരി എന്നും, ത്രേതായുഗത്തിൽ ഗജേന്ദ്രഗിരി എന്നും, ദ്വാപര യുഗത്തിൽ ഭീമശില എന്നുമൊക്കെയാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ കലിയുഗത്തിൽ കരിഞ്ചഗിരി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ 2 കുളങ്ങളാണുള്ളത്. കുന്നിൻ ചുവട്ടിലായി ഗദാതീർത്ഥം എന്നറിയപ്പെടുന്ന ഒരു കുളവും മലയുടെ മധ്യത്തിലായി ഉൻകുസ്ത തീർത്ഥം എന്നറിയപ്പെടുന്ന മറ്റൊരു കുളവുമുണ്ട്. ഈ കുളങ്ങളുടെയൊക്കെ ചരിത്രം രാമായണവും മഹാഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വനവാസകാലത്ത് ഭീമൻ തന്റെ ഗദ തറയിലെറിഞ്ഞപ്പോൾ അവിടെ ഒരു കുളം രൂപപ്പെട്ടു അത്രേ. ആ കുളമാണ് ഗദാതീർത്ഥ എന്നറിയപ്പെടുന്നത്. കൂടാതെ ഭീമന്റെ തള്ളവിരൽ കൊണ്ട് അങ്കുഷ്ട തീർത്ഥവും സൃഷ്ടിക്കപ്പെട്ടു. ഭീമൻ തറയിൽ മുട്ടുകുത്തിയപ്പോൾ ജാനുതീർത്ഥ എന്ന പേരിൽ മറ്റൊരു കുളം കൂടി സൃഷ്ടിക്കപ്പെട്ടു. ഈ കുളങ്ങളൊക്കെ ക്ഷേത്രം സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കുളത്തിനുള്ളിൽ ഹന്തികേര എന്ന പേരിൽ മറ്റൊരു കുളം കൂടി ഉണ്ടെന്നാണ് വിശ്വാസം. അർജുനൻ അമ്പെറിഞ്ഞപ്പോൾ രൂപപ്പെട്ടതാണ് ആ കുളമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരിഞ്ചേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി. വലിയ രീതിയിലുള്ള പൂജകളും ആഘോഷങ്ങളും ഒക്കെ അന്നേ ദിവസം ഇവിടെ നടക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ശിവരാത്രി ആഘോഷങ്ങൾ. 3-ാം ദിവസം രഥോത്സവം ഉണ്ടാവും. ഈ ദിവസം വിഗ്രഹം ഘോഷയാത്രയായി ക്ഷേത്രത്തിന് ചുറ്റും കൊണ്ടുപോകും.
തുടർന്ന് രഥത്തിൽ തിരികെ കൊണ്ടുവരികയും ചെയ്യും. വീണ്ടും 4-ാം ദിവസം ശിവന്റെ വിഗ്രഹം പാർവതീദേവിയുടെ അടുത്ത് കൊണ്ടുപോകും. കുന്നിൻ മുകളിലെ ശിവക്ഷേത്രത്തിന് മുൻപിലായി കാണപ്പെടുന്ന ഈ ചതുരാകൃതിയിലുള്ള കല്ലിലാണ് കുരങ്ങുകൾക്ക് അരിനിവേദ്യം കൊടുക്കുന്നത്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 7 മണി വരെയുമാണ്. സോ ഇത്രയൊക്കെയാണ് കരിഞ്ചേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. നിങ്ങൾ കർണാടക സന്ദർശിക്കുകയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുന്ന് ധർമ്മസ്ഥലത്തേക്ക് 41 കിലോമീറ്റർ ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ധർമ്മസ്ഥലമൊക്കെ വിസിറ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ക്ഷേത്രം കൂടി കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മലയാളികളുടെ ഇടയിൽ അത്ര ഫേമസ് അല്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. എന്നാൽ നിങ്ങളത് കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇതുപോലുള്ള മറ്റൊരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.